ഒരു പന്തൽ പോലെ വലിച്ചു കെട്ടിയേക്കുന്നത്? ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പള്ളിയുടെ വേറെ ഏതൊരു ഭാഗമാണ്. കണക്റ്റാവുന്നു ഠിം കണക്റ്റായി. ദേ ഒരു പട്ടി. അയ്യോ, നിങ്ങളെ പട്ടി തുളിച്ചല്ല കേട്ടോ. എനിക്കും നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ചാണോ എന്ന് എനിക്കറിയില്ല, ഭാഗ്യമില്ല. അങ്ങോട്ട് ഇപ്പോൾ ചേട്ടായി പറഞ്ഞു ചീനവല പൊക്കുന്നുണ്ട്, കാണാമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, വീഡിയോയിലും കിട്ടിയില്ല, എനിക്ക് കാണാനും പറ്റിയില്ല. എത്ര മനോഹരമായ കാഴ്ച നോക്ക്. ആ കാണുന്നത് മലയല്ല, മേഘങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അല്ല, സൂര്യൻ്റെ രണ്ട് സൈഡിലും കാണുന്നതേ. ഹലോ, ഗുഡ് മോർണിംഗ് അല്ല, ഉച്ചയാണ്. നമ്മുടെ ബബക്കുട്ടി ഇവിടെ കിടന്ന് പുല്ല് തിന്നുന്നു. കിടന്നല്ല, ഇന്ന് ഇത്ര നേരം അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഉറങ്ങണ്ട, ഇവിടെ വന്നൊന്ന് ലേശം പുല്ലൊക്കെ തിന്നാൻ. അല്ല പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഉറക്കം. ഡേ എന്നാ വാലാട്ടുന്നുണ്ടോ അവിടെ? നീ അങ്ങനെ ഇപ്പോൾ ഉറങ്ങണ്ടടി. ഡേ സെബാ, എന്താ സെബാ? സെബ പുല്ല് തിന്നുവാണോ? സെബ പുല്ല് തിന്നുവാണോ? ഇപ്പോൾ കുറേ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ആ ചുമയുടെ പ്രശ്നം ഇതുവരെ മാറിയില്ല. ഇപ്പോൾ കുറേ ഉഷാറായി. ആണ് ഓക്കെ. ഇങ്ങനെ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി എത്ര നേരം വേണേലും തിന്നോളൂ. അല്ലേ ശബാ? രാവിലെ 8 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ, ഇപ്പം ഈ സുഖമില്ലാതായ പിന്നെ ഇല്ല, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ കൊണ്ടുവന്ന് 8:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ആൾ ഡോറിന് മുമ്പിൽ ഹാജരാ. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. ഞങ്ങൾ 2 പേരുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വെയിൽ അടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറക്കാൻ വിചാരിച്ച് അങ്ങനെ ഇറങ്ങാൻ പോവാണ്. വല്ലാർപാടം പള്ളിയുടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ നടന്നു. എന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, വല്ലാർപാടം പള്ളി എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പൺ പ്ലേസ് അല്ലേ. നമുക്ക് പെട്ടെന്ന് ദൂരെ നോക്കുമ്പോൾ തന്നെ പള്ളി കാണാം, വലിയ പള്ളിയൊക്കെ ആണല്ലോ. ഇതിപ്പോൾ നോക്കുമ്പോൾ പള്ളി കാണുന്നില്ല. ഞെട്ടിപ്പോയി, ഇത് എന്താ സംഭവം എന്നുള്ളത്. എന്തോ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയാം, ധ്യാനമാണോ പെരുന്നാളാണോ ഒന്നും മനസ്സിലാവണില്ല. പക്ഷേ എന്തോ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയാം, പള്ളി എവിടെ എന്നുള്ളത് മനസ്സിലാവണില്ല. ഇപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ പരസ്പരം ചോദിക്കുകയും ചെയ്തു, ഇതെന്താ സംഭവം, പള്ളി കാണുന്നില്ലല്ലോ പള്ളി എന്നുള്ളത് ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു. ഇപ്പം നോക്കി, മുൻപോട്ട് പോകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടേ മുൻപോട്ട് പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലം. പക്ഷേ നമുക്ക് അവിടെ ഒരു ടാർപ്പായിട്ട് കെട്ടിയേക്കുന്നുണ്ട്, അത് മൊത്തം കെട്ടി അടച്ചേക്കുന്നുണ്ടോ? അതുണ്ടോ? ക്യാമറയ്ക്ക് നല്ല ഷേക്ക് ഉണ്ട്, കാര്യമൊക്കെ ഉണ്ട്. ഫോണിലല്ലേ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ. നടക്കുമ്പോൾ ഒന്ന് ക്ഷമിയടേ, ആ ഷേക്കൊക്കെ ഒന്ന് ക്ഷമിയടേ. നമുക്ക് ശരിയാക്കാം കേട്ടാ. അപ്പോൾ വലിയ ഷേക്കില്ലല്ലോ, അഡ്ജസ്റ്റ് നമ്മൾ വിഷയത്തിന് തെന്നി മാറുന്നു. ഓക്കെ, ഇപ്പം നോക്ക്, നമ്മൾ ആ പള്ളിയിൽ അങ്ങോട്ടേക്ക് അടുത്തു. അപ്പം മറ്റേന്ന് പറഞ്ഞാൽ പള്ളി പഴയ എടുത്ത് നമുക്ക് കാണുമായിരുന്നല്ലോ. അതാണ് ഇത് കണ്ടോ, ആ ഒരു പന്തൽ പോലെ വലിച്ചു കെട്ടിയേക്കുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പള്ളിയുടെ വേറെ ഏതൊരു ഭാഗമെന്നാണ്. പക്ഷെ പിന്നെ പള്ളിയും തിരിച്ചിറങ്ങിയ സമയത്ത് മനസ്സിലായി, അല്ലാതെ പള്ളിയുടെ അതേ ഭാഗം തന്നെയാണ് അവിടെ പന്തൽ കെട്ടിയേക്കുന്നതെന്ന് മനസ്സിലായി. എന്തോ ധ്യാനമോ അങ്ങനെ എന്തോ തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അതിൻ്റേതായ ആളും വേളമൊക്കെ ഉണ്ട്, അറിയാലോ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാമല്ലോ വീഡിയോയിൽ. അതാണ്, വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ ഒരു പ്ലാനോ പദ്ധതി ഒന്നും ഇല്ലായിരുന്നു നീ, ചുമ്മാ അങ്ങ് പോയതാ ഏത്. അതാണ്. എന്തായാലും നല്ലൊരു കറക്കമായിരുന്നു ഇന്ന്. കുറേ നാളിന് ശേഷം ശരിക്കും ഒന്ന് കറങ്ങി. വൈകുന്നേരം 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ച് 3 മണിക്കല്ല,
4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ച് വീട്ടിൽ കയറുന്നത് 8 മണിക്ക്. ഞങ്ങൾ രണ്ടുപേരോട് ശരിക്കും കറങ്ങി. അമ്മച്ചിക്ക് അങ്ങനെ കറങ്ങാൻ പോകുന്നതൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ വിളിച്ചു, വന്നില്ല. പിന്നെ നിർബന്ധിക്കുന്നൊന്നും ആക്കാത്തൊരു ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ നിർബന്ധിക്കാനും പോയില്ല. അതാണ്. ഇതുണ്ട് അവിടെ ആ സ്റ്റേജ് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു തണലുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ എന്തായാലും ആദ്യം ഒന്ന് കൺഫ്യൂസായി, ഇത് ഏതാടാ സ്ഥലം എന്ന്. അതാണ്. വലിയൊരു ആൾത്തിരക്കൊന്നും കണ്ടില്ല, എന്നാൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ധ്യാനം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളായിരുന്നായിരിക്കും. കണ്ടോ പന്തലുണ്ടോ? പള്ളിയിൽ നിന്നുള്ള പന്തലിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ സ്കൂൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആ കുട്ടി അങ്ങനെ വന്ന് പെട്ടതാ. ആണെങ്കിൽ യൂണിഫോം ഇട്ട കുട്ടി. ആ കുട്ടി ഇപ്പോൾ ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ കുട്ടി ഫേമസ് ആവും. അല്ല, ഫേമസ് ആയവർ ആ കുട്ടി അറിയും. അതാണ്. അപ്പം ഞങ്ങളിവിടെ പാദരക്ഷകൾ ഉപേക്ഷിച്ച്, അല്ല ചെരുപ്പേ ഉപേക്ഷിച്ചിട്ട് അകത്തേക്ക് പോവാണ്. ഒരു കുഞ്ഞി കൊച്ചു പോന്നു. പള്ളിക്കകത്ത് അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോയി പ്രാർത്ഥിക്കട്ടെ. ഇത് കണ്ടോ മക്കളെ, ജങ്കാറ് കുറേ നാളിന് ശേഷം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുറേ നാളായി ജങ്കാറ് കയറിയിട്ടിപ്പം. എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് ഞാൻ ജങ്കാറ് കയറിയത്. ഇപ്പോഴത്തെ വീണ്ടും ജങ്കാറ് കയറി ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്ക് പോവാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനും എൻ്റെ കൂടെ ഒരു കസിനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വരുമ്പോൾ ഞങ്ങൾ വിട്ടുപോകും. ജങ്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ജങ്കാറിൻ്റെ അടുത്ത ജങ്കാറിന് പോകണം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി, വന്നില്ല. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോകണേ ഷൂട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടി. പക്ഷേ അപ്പോഴത്തേക്കും ജങ്കാർ വന്നപ്പം പുള്ളിക്കാരൻ പോയി ടിക്കറ്റ് എടുക്കാൻ പോയി. ഇനിയിപ്പോൾ ജങ്കാർ വന്നതിൻ്റെ വണ്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്കമാലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ എന്തോ ഒരു ആവശ്യമായിട്ട് ജങ്കാർ കയറിയതാണ്. അപ്പോൾ വളരെ പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അതിന് ശേഷം ഇപ്പോഴാണ് ജങ്കാർ കയറുന്നത്. അതാണ്. ജങ്കാർ കയറി ഓർമ്മയൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഓർമ്മയൊക്കെ ഉണ്ട്, ജങ്കാർ കയറിയിട്ടൊക്കെ ഉണ്ട്. അത് പക്ഷേ അന്ന് നമുക്ക് ഈ വണ്ടി അല്ലായിരുന്നു. നമുക്കന്ന് സാൻഡ്രോ എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് അറിവായ ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ 4 വീലർ ആണ്. പിന്നെ മറക്കാൻ പറ്റുമോ? അതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ സംസാരിച്ചിരുന്ന നേരം കൊണ്ട് കാറ് നമ്മളിത് ജങ്കാറിലേക്ക് കയറ്റി അങ്ങ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടോ, അവിടെ കസാരയൊക്കെ കസാരയല്ല, ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്, മറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതിനിപ്പം അവിടെ അപ്പുറത്ത് നേരെ പോയി കണക്റ്റ് ആവാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വണ്ടി നേരെ കയറ്റി, അതുപോലെ അങ്ങോട്ടേക്ക് നമുക്ക് നേരെ ഇറക്കാനും പറ്റും. ഞങ്ങൾ ആദ്യം റിവേഴ്സ് കയറ്റണമെന്ന് വിചാരിച്ചത്, പക്ഷേ അല്ല, നേരെ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. ഇപ്പോൾ വണ്ടി മൂവ് ആയി തുടങ്ങി, ജങ്കാറെ ചെറുതായിട്ട് മൂവ് ആയി തുടങ്ങി. അതിൻ്റെ ഒരു ഷെയ്ക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഓളം വെട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും, കുഞ്ഞ് ഓളം വെട്ടലുണ്ട്. അപ്പോൾ ആ ഓളം വെട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാൻ പറ്റും, നല്ല പോലെ ഈ സംഭവം കിടന്നിങ്ങനെ ഷെയ്ക്കാവും. നല്ല പോലെ തന്നെ ഇങ്ങനെ ഭയങ്കര ഭയാനകമായ രീതിക്കൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. അതാ ഈ കാണുന്ന പോലെയുള്ള ഓളം വെട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ്. അപ്പോൾ ഇങ്ങനെ ഓളം വെട്ടി, പിന്നെ ഓളം വെട്ടിയാണ് ഞങ്ങൾ പിന്നെ അങ്ങ് പോയത്. മുൻപിൽ അവർ ഏതെങ്കിലും വണ്ടിയിൽ നിന്ന് വന്നതാണെന്ന് അറിയത്തില്ല, അല്ലാന്ന് തോന്നുന്നു. മുമ്പിലേ കുറച്ച് പേര് നിൽക്കുന്നുണ്ടോ, അവർ നമ്മൾ വണ്ടി കയറ്റിയപ്പോൾ തന്നെ അവരോട് അവർ ഈ ബെഞ്ചിലിരുന്നവരാണോ ഏതെങ്കിലും വണ്ടി വന്നവരാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. അവർ മുമ്പിൽ നിന്നുകൊണ്ട് മര്യാദയ്ക്ക് മുമ്പിലത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല.
അവരുടെ രണ്ടുപേരുടെ ഇടയിൽ കൂടെ എടുക്കാനാണ് പറ്റുന്നത്. എന്ത് ചെയ്യാം, മുൻപിൽ വന്ന് പെട്ടാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതാണ് നിങ്ങളെൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും അപ്പുറത്തെ കരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ജങ്കാറും ആ കരയും തമ്മിൽ കണക്റ്റ് ആവുന്ന ആ ഒരു മനോഹര നിമിഷം നിങ്ങൾ ഇപ്പോൾ കാണുന്നതായിരിക്കും. അതാണ്, അതും എനിക്ക് പകർത്താൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഞാനും കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങളെപ്പോലെ തന്നെ ആ ക്യാമറ സൂം ചെയ്ത് പിടിച്ചില്ലേ, ഒരുപക്ഷെ അല്ല എനിക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ ക്യാമറ കണ്ണിലൂടെ തന്നെയാണ് ഞാനും ആ വിഷ്വൽ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം, മറ്റൊരു തുണി കൊടുക്കാത്ത സത്യം, അല്ല നഗ്ന സത്യം. അതാണ് നഗ്ന സത്യത്തെ നമുക്ക് തുണി കൊടുക്കുന്ന സത്യം എന്ന് വേണേൽ പറയാമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങനെയൊക്കെ പറയും. അല്ല ഇല്ല, ചുമ്മാ പറഞ്ഞേ. കണക്റ്റ് ആവുന്നു ടീം കണക്റ്റായി. ടീം എന്നുള്ള ഒച്ച ഞാൻ കേൾപ്പിച്ച അവിടെ ഒച്ചയൊന്നും ഇല്ലായിരുന്നു, വളരെ ശാന്തമായിട്ടാണ് കണക്റ്റ് ആയത്. അപ്പോൾ ഏതായാലും കണക്റ്റായി, വാഹനങ്ങളും ആൾക്കാരും ഒക്കെ പോകുന്നു. അപ്പോൾ നമ്മളും പോകും. നമ്മുടെ വണ്ടി ആദ്യം സ്റ്റാർട്ടാവാനേ ഇച്ചിരി, അത് വേറെ വണ്ടിയുടെ കുഴപ്പമൊന്നുമില്ല, ഓട്ടോമാറ്റിക് അല്ലേ, ബ്രേക്ക് മറ്റേ ഈ ഡി മോഡിലാണ് വണ്ടി കിടന്നത്. അങ്ങനെ സ്റ്റാർട്ടാക്കിയപ്പോൾ ആദ്യം സ്റ്റാർട്ടായില്ലായിരുന്നു. അങ്ങനെ ബാക്കിൽ കിടന്ന വണ്ടിയൊക്കെ ഹോണടിച്ച് ചെറുതായിട്ട്. ഇതിനി അപ്പുറത്തേക്ക് പോകാനുള്ള ആൾക്കാർ അപ്പുറത്ത് കയറുന്നുമുണ്ട് സൈക്കിളും കൊണ്ടൊക്കെ കേട്ടോ. ഒരു സൈഡിലേക്ക് 50 രൂപയാണ് കേട്ടോ. എൻ്റെ ഓർമ്മശരിയാണ്, ഞാൻ പറഞ്ഞായിരുന്നു ഒരു സൈഡിലേക്ക് പിന്നെ 15 രൂപ, രണ്ട് സൈഡിലേക്കും കൂടെ 50 എന്ന് ഞാൻ എന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ ഒരു ഓർമ്മ മറ്റേ വീഡിയോയിൽ. അപ്പോൾ അതൊരു തെറ്റാണ് സത്യം പറഞ്ഞാൽ. ഒരു സൈഡിലേക്ക് 50ആണ്, രണ്ട് സൈഡിലേക്ക് വരാം. അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഒരു സൈഡ് അപ്പുറത്തുനിന്ന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും ഇല്ല. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടത്തില്ല. അപ്പം നമ്മൾ വണ്ടി പേ ആൻഡ് പാർക്കിലൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവാണ്. എങ്ങോട്ടേക്ക്? ഞങ്ങൾ കടാപ്പുറത്താട്ട് പോകണേണ്. അതാണ്. കുറേ ചേട്ടന്മാർ പോകുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. ദേ ഒരു പട്ടി. അയ്യോ, നിങ്ങളെ പട്ടി എന്ന് വിളിച്ചല്ല കേട്ടോ, ആ പട്ടീനെയാണ് ഞാൻ പട്ടി എന്ന് വിളിച്ചത്, നിങ്ങളെയല്ല. സത്യമായിട്ട് ഞാൻ ആ പട്ടീനെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കാണോ അതോ നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ചാണോ എന്ന് എനിക്കറിയില്ല, ഭാഗ്യമില്ല. അങ്ങോട്ട് ഇപ്പോൾ ചേട്ടായി പറഞ്ഞു ചീനവല പൊക്കുന്നുണ്ട്, കാണാമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, വീഡിയോയിലും കിട്ടിയില്ല, എനിക്ക് കാണാനും പറ്റിയില്ല. സാരമില്ല, പോട്ടെ. ഏതായാലും ചൈനവല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചീനവലയായ ഈ ചീനവല നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഞാൻ വീണ്ടും സന്തോഷിക്കുന്നു. എന്നാലും ക്യാമറ കണ്ണിൽ കൂടെങ്കിൽ അത് കാണാമായിരുന്നു. സാരമില്ല, ഇനിയിപ്പോൾ അടുത്ത തവണ എപ്പോഴും കാണാം. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് കടാപ്പുറത്താട്ട് എത്തിയിരിക്കുകയാണ് കേട്ടാ. ഇവിടെ കുറേ ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട്. അടുത്ത് കയറ്റാണോ ഇറക്കാണോ എന്നൊന്നും അറിയില്ല. പിന്നെ വെള്ളം കയറി വരുന്നുണ്ടോ, ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. ഇനി അങ്ങോട്ട് തണുത്ത കാറ്റായിരിക്കും. പിന്നെ അങ്ങോട്ട് നോക്കൂ, നല്ല മനോഹരമായ സൺസെറ്റ്. അല്ല, സൂര്യൻ മെല്ലെ 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 അസ്തമിക്കാൻ വേണ്ടി പോകും. എന്ത് മനോഹരമായ കാഴ്ച അല്ലേ. ഇത് വെയിൽ ഏറ്റാണോ അതോ വെയിൽ ഇറക്കാണോ എന്ന് മനസ്സിലാവുള്ളൂ. വെയിൽ ഏറ്റാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും, കടലിൽ കൂടെ മീൻ ബോട്ട് പോകുന്നത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഈ ഒരു കാഴ്ച സമർപ്പിക്കുന്നു. സംഭവം ക്യാമറയിൽ കൂടെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ആ സംഭവം കണ്ടത്. അതൊരു ഫിഷിംഗ് ബോട്ടാണ്. ഫിഷിംഗ് ബോട്ടിന് മുമ്പിൽ വേറൊരു കപ്പൽ പോലത്തെ ഒരു സംഭവം പോകുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടേ. സംഭവം എന്തോ ഒരു സംഭവം പോകുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇല്ലേ? അത് മതി. ആ പച്ച നിറത്തിൽ കാണുന്ന ഫിഷിംഗ് ബോട്ടും പിന്നെ അപ്പുറത്ത് വേറെ എന്തോ ഒരു സാധനം പോകുന്ന പോലെ കണ്ടായിരുന്നു. അതെന്താണോ എന്തോ, എന്തേലും ആവട്ടെ, എന്തായാലും പോകുന്നത് കാണല്ലോ. അത് മറ്റേ ഡ്രഡ്ജറില്ലേ, ഡ്രഡ്ജർ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഡ്രഡ്ജർ മറ്റേ അർജുനെ പൊക്കാൻ ഉപയോഗിച്ച ഡ്രഡ്ജർ അതല്ല, ഇത് വേറെന്തോ ഡ്രഡ്ജർ എന്നെന്തോ പറഞ്ഞാൽ കേട്ടു. കേട്ടാ, തൽക്കാലം കൂടുതൽ അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട.
വേറൊരു ബോട്ട് പോകുന്നുണ്ട്. ഇത് മറ്റേ എമഹയുടെ എഞ്ചിനില്ലേ, മാനുവൽ ഈ നമ്മൾ ഈ പിടിച്ചിട്ട് ഓടിക്കുന്ന ഈ ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണത്തില്ലേ, ഹൗസ് ബോട്ടിലല്ല, ഈ ഹൗസ് ബോട്ടിന് തന്നെ കുഞ്ഞ് വെർഷൻ ഇതിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണത്തില്ലേ, അത് കൂട്ട് എൻജിൻ വെച്ച് ഓടിക്കുന്ന കേട്ടോ. ഇതൊക്കെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ക്യാമറയിൽ സൂം ചെയ്തിട്ട് കാണുന്നതാണ്. അതന്നെ നിങ്ങളെ ഞാൻ കാണിച്ചത്. ചുളിവിൽ നിങ്ങളുടെ കൂടെ ഞാനും ആ കാഴ്ച കണ്ടു എന്ന് സാരം. കാരണം ഇത് ഒരുപാട് ദൂരെയാണടേ. ആ ബീച്ചിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇത് പോകുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ദൂരത്തൊക്കെ കാണത്തില്ല. പക്ഷെ കുഴപ്പമില്ല, ക്യാമറ കൂടെ എനിക്ക് കാണാൻ പറ്റും. ഒരു ചേട്ടൻ്റെ ഫ്രെയിമിൽ കൂടെ നടന്നു പോയി, അതെൻ്റെ കുഴപ്പമല്ല. അതാണ്. ആ ചേട്ടനോട് ആരാ പറഞ്ഞ എൻ്റെ ക്യാമറ മുമ്പിൽ നടക്കാൻ. ഈ ബീച്ചിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം അതിൽ കൂടെ ആ സമയത്ത് എന്തോ പോയ സമയത്ത് സൂം ചെയ്തായിരുന്നു. അതാ ഈ ബോട്ട് ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ ആദ്യം കാണിച്ച ആ ഭാഗത്തൂടെ പോയെന്ന്. അല്ല, അത് ഈ ഭാഗത്തൂടെ. ഇതൊരു മറ്റേ യാത്രക്കാരെ കൊണ്ടുപോകുന്ന പ്രൈവറ്റ് ബോട്ടാണെന്ന് തോന്നുന്നു. കാരണം ആ സമയത്ത് എന്തോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അനൗൺസ്മെൻറ്റൊക്കെ ആയിട്ടായിരുന്നു. ഈ നമ്മൾ ടൂർ പാക്കേജൊക്കെ പോലെ നടത്തുമ്പം ആങ്കർ അനൗൺസ് ചെയ്തില്ലേ, അതേപോലെ എന്തൊക്കെയോ അവ്യക്തമായിട്ട് ആദ്യമേ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതോ പ്രൈവറ്റ് പാർട്ടി എടുത്തിട്ട് ഓടിച്ചുകൊണ്ട് പോയതൊരു ബോട്ടാണെന്ന് തോന്നുന്നു. എങ്ങോട്ടോ പോകുന്നതാണ്, എങ്ങോട്ട് പോകുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. അത് ഒരുപാട് ദൂരെ കൂടെ കേട്ടോ പോകുന്നത്. ഞാനത് സൂം ചെയ്ത് എടുത്തുകൊണ്ട് അങ്ങനെ കാണുന്നതാണ് അടുത്തായിട്ട്. അത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന ബോട്ടാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. അതാണ്, എവിടെ നിന്നോ എങ്ങോട്ടോ. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടാണോ അതോ ഈ പോസ്റ്റ് സർവീസൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ബോട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആരോ പറഞ്ഞു കേട്ടോ അത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ആരും എന്നെ പൊങ്കാലിടാനൊന്നും വന്നേക്കല്ലേ കേട്ടാ, ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാന്നേ. എനിക്കറിയാത്തതുകൊണ്ടല്ലേ, അറിയാത്തതുകൊണ്ടല്ലേ, ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്. ആഹാ, എത്ര മനോഹരമായ കാഴ്ച നോക്ക്. ആ കാണുന്നത് മലയല്ല, മേഘങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അല്ല, സൂര്യൻ്റെ രണ്ട് സൈഡിലും കാണുന്നതേ മേഘം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സൂര്യൻ ശരിക്കും കടലോട്ട് താന്നു പോയി. എത്ര മനോഹരമായ കാഴ്ച അല്ലേ. ആഹാ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇതും ഊഹിക്കാലോ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളെപ്പോലെ ഉണ്ട് ഞാൻ എപ്പോഴാണ് കണ്ടത്. ഇതുണ്ടോ, ഈ ബീച്ചിൽ കുറേ ആൽക്കുലത്ത് വേസ്റ്റുകളും മറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പം വൃത്തികെട്ട ഒരു ബീച്ചായിരുന്നു. നല്ല ബീച്ചാണ്, എല്ലാവരും കൂടെ വൃത്തികെട്ട ബീച്ചാക്കിയതാണ്. കഷ്ടം. ഞാനല്ല, വേറെ ആരൊക്കെയോ, ഞാൻ പങ്കാളിയല്ല. ഇതിപ്പം ഈ പഴയ പാലമാണിത്, പഴയ പാലം. അതായത് ഈ മറ്റേ ഈ ഷിപ്പൊക്കെ പണ്ട് കാലത്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഓപ്പണിങ് ക്ലോസിങ്ങും ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബ്രിഡ്ജില്ലേ, അങ്ങനത്തെ ബ്രിഡ്ജാണ്. ഇരുട്ടായതുകൊണ്ടും ഫോണിലെ ക്യാമറകളായതുകൊണ്ടും പരിമിതിയുണ്ട്. എത്രമാത്രം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതാ ബ്രിഡ്ജാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പഴയ പാലമാണിത്, അങ്ങനെയാണ് പറയുന്നത് കേട്ടെ. അതാണ് അങ്ങനെ. ഇത് ബ്ലോക്കാ, പാലമാണെങ്കിൽ എന്താ, ബ്ലോക്കിനൊന്നൊരു കുറവില്ല. കൊച്ചിയിൽ പിന്നെ ബ്ലോക്ക് ഒരു പുതുമയല്ലല്ലോ, സ്ഥിരം കാഴ്ചയാണല്ലോ ഇത്. കൊച്ചിക്കാർക്കറിയാം. പ്രത്യേകിച്ച് ബൈക്കാരൻ ചേട്ടന്മാരും ഓട്ടോക്കാരൻ ചേട്ടന്മാരും ഒക്കെ കുത്തി കയറ്റിയെടുത്തോണ്ട് പോകും, ചെറിയൊരു ഗ്യാപ്പാണേലും. എന്നാലും ഞങ്ങളല്ല, പലരും അവരുടെ വീട്ടിലുള്ളവരെയും അവരെയൊക്കെ പല പോലെ സ്മരിക്കും. എന്താലേ, അതാണ്. പിന്നെ ബസ്സുകാരൻ ചേട്ടന്മാരുടെ ചെറിയ ചില കുൽസിത പ്രവൃത്തികൾ, എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആരോട് പറയാനാ. അല്ല, വേറൊന്നുമില്ല,
കാറിനോട് അടുപ്പിച്ചോ നമ്മളെ പേടിപ്പിക്കും. ഷോ, വണ്ടി ഓടിക്കുന്നവരൊക്കെ പേടിച്ചു പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ? അതാണ്. പിന്നെ ബൈക്കുകാരൻ ചേട്ടന്മാർ പോകാൻ പറ്റുന്ന ഗ്യാപ്പാണെങ്കിലും ചിലപ്പോൾ അവിടെ കയറി അങ്ങ് അടച്ചു വയ്ക്കും. ഓട്ടോക്കാരൻ ചേട്ടന്മാരും അതാണ്. ഇപ്പം നമ്മുടെ വണ്ടി കുലുങ്ങി പോയില്ലേ, അതാണ് അതിൻ്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ ശരിയല്ലെങ്കിൽ ദയവായി ആരും എന്നെ പൊങ്കാലിടരുതെന്ന് ഞാൻ താഴ്മയും വിനയവുമായിട്ട് അപേക്ഷിക്കുന്നു. വിനയകുനീതനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതാണ്. എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ വലിയ പരിചയമില്ല. സത്യം എനിക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഈ അടുത്തായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഇപ്പം ഇത്ര വലിയ മടിയില്ലാത്ത കാരണേ, പാട്ട് കൊടുത്ത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ കിട്ടൂടെ. പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല, ക്ലെയിം കിട്ടും. എനിക്കങ്ങ് വയ്യ അത് മേടിച്ച് കേട്ടെ. പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അത് രസമല്ലേ അല്ലേ? നിങ്ങൾക്ക് ബോറടിച്ചോന്ന് എനിക്കറിയില്ല. അടിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, കമൻ്റ് അടിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇനി മുതൽ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. അതാണ് ഈ വോയിസ് ഓവർ പരിപാടിക്ക്. അതാണ്. രാത്രിയാണെങ്കിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് ട്രാഫിക് അത്യാവശ്യം ഉണ്ടായിരുന്നു. കാണാമല്ലോ. ഇത് നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കേട്ടോ. രാത്രിയത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ നേവിയുടെ നേവൽ ബേസ് എന്ന് പറയത്തില്ലേ, ആ ഒരു ഭാഗമാണ്. മുൻപിൽ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്, പുറകിൽ കാണുന്നത് നേവൽ ബേസാണ്. യെസ്. എൻ്റെ വോയിസ് ഓവറിലെ പൊട്ടത്തരങ്ങൾ എത്ര പേര് ഇതുവരെ കേട്ടെത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതുവരെ കേട്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ. പിന്നെ വോയിസ് ഓവർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പരിപാടിക്ക് നേരത്തെ പറഞ്ഞ് നിൽക്കാതിരിക്കാമല്ലോ. അപ്പോൾ ശരി, നാളെ കാണാം കേട്ടോ. ബൈ.